അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 116 സങ്കീർത്തനം 8 വാക്യം നമുക്ക് വായിക്കാം. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഈ സങ്കീർത്തനത്തിന് ഹെഡിങ് ഇല്ല എങ്കിലും ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനത്തിൻ്റെ തുടർച്ചയായ സങ്കീർത്തനമാകയാൽ ഈ സങ്കീർത്തനവും ദാവീദിൻ്റേതാണെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ദൈവം തന്നെ രക്ഷിച്ചത് 3 കാര്യങ്ങളിലാണ്. ഒന്നാമതായി, പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിച്ചു. എന്തുകൊണ്ടാണ് ദൈവം ഈ മകനെ രക്ഷിച്ചതെന്ന് നാം മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് ദൈവം ഇവനെ രക്ഷിച്ചതെന്ന് പറയാം. ഇസ്രയേലിൽ വ്യഭിചാരത്തിനും കൊലപാതകത്തിനും യാഗം ഇല്ല. ഈ 2 തെറ്റുകൾ ചെയ്താൽ 1000 കാളകളെ അറുത്താലും ദൈവം അവനോട് ക്ഷമിക്കുകയില്ല എന്ന് സാരം. വ്യഭിചാരം ചെയ്താലും കൊലപാതകം ചെയ്താലും അവനെ ചുട്ടുകളയുകയോ കല്ലെറിഞ്ഞ് കൊല്ലുകയോ ചെയ്യണമെന്നാണ് ന്യായപ്രമാണം കൽപ്പിക്കുന്നത്. എന്നാൽ ദൈവം ദാവീദിൻ്റെ കാര്യത്തിൽ കരുണ കാണിച്ചവനെ കൊന്നില്ല. ദാവീദ് ബത്ശബയെ മോഹിച്ചു. കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന ന്യായപ്രമാണം അവൻ ലംഘിച്ചു. തന്നെയുമല്ല, അവളെ ഭാര്യയായി എടുത്തു. കൂട്ടുകാരൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായി എടുത്താൽ അത് വ്യഭിചാരമാണ്. അവരെ കൊന്നുകളയണമെന്നാണ് വ്യവസ്ഥ. ദാവീദ് രാജാവാകയാൽ ഇവനെ ആര് കൊല്ലും എന്നാണോ ചിന്തിക്കുന്നത്? ദൈവം തന്നെ നേരിട്ട് കൊല്ലും. ദൈവത്തിന് ഒരു മടിയുമില്ല. അതുപോലെ തന്നെ തന്നെക്കാൾ നീതിമാനായ ഊരിയാവിനെ കൊല്ലുവാനുള്ള മരണവാറണ്ട് അവൻ്റെ കൈവശം തന്നെ യോവാബിനെ കൊടുക്കുവാനായി കൊടുത്തയക്കുന്നു. യോവാബ് എഴുത്തു വായിച്ച് ഊരിയാവിനെ വെട്ടേറ്റ് മരിക്കുവാൻ തക്കവണ്ണം കൈവിട്ടു. ഊരിയാവിനെ യോവാബും ദാവീദും ചതിച്ചു കൊന്നു എന്നത് ഭൂമിയിൽ ആരും അറിഞ്ഞില്ല എന്നാണ് അവർ ഇരുവരും ചിന്തിച്ചത്. എന്നാൽ ദൈവം അത് കുറിച്ചു വച്ചിരുന്നു. ആ കൊടും കൊലപാതകത്തിന് ദാവീദും യോവാബും ഒരുപോലെ കുറ്റക്കാരാണ്. യോവാബ് ഒടുക്കം വാളുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടു. ശലോമോൻ രാജാവ് അവനെ വെട്ടിക്കൊന്നു കളഞ്ഞു. എന്നാൽ അത്ര വലിയ പാപം ചെയ്തിട്ടും ദൈവം ദാവീദിനെ കൊന്നില്ല. ദേഹിയാത്മാവിൽ അവന് വലിയ കഷ്ടത വരുത്തിയെങ്കിലും അവനെ ദൈവം കൊന്നില്ല. കാരണം നാം മനസ്സിലാക്കണം. അതാണ് ഇനിയും പറയുവാൻ പോകുന്നത്. 116 സങ്കീർത്തനം 6 വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. 116 സങ്കീർത്തനം 6 വാക്യമാണ് നാം കേട്ടത്. അല്പബുദ്ധി എന്ന വാക്കിന് ഇംഗ്ലീഷിൽ സിമ്പിൾ ഹാർട്ടഡ് മാൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കപടമില്ലാത്ത ഹൃദയത്തിന് ഉടമ എന്നാണ് അർത്ഥം. സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ. അതായത് തനിക്ക് ബോധിച്ചവണ്ണം നടക്കാതെ കർത്താവിന് തൻ്റെ മേൽ കൺട്രോൾ ചെയ്യുവാൻ അനുവദിച്ച ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. ബത്ശേബയുടെ വിഷയത്തിലല്ലാതെ ദാവീദ് ഇത്ര ക്രൂരനായിട്ടില്ല എന്ന് ബൈബിൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിച്ചത് അതുകൊണ്ടാണ്. ദൈവം ആ ഭക്തനെ കണ്ണുനീരിൽ നിന്നും രക്ഷിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 75 വാക്യത്തിൽ പത്രോസ് അതിദുഃഖത്തോടെ കരഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവായ തൻ്റെ നാഥനെ തള്ളിപ്പറഞ്ഞതുകൊണ്ടാണ് അപ്രകാരം അവൻ കരയേണ്ടി വന്നത്. അത് വലിയ പാവം തന്നെയാണ്. എങ്കിലും യേശു പത്രോസിനെ രക്ഷിച്ചു. അതുപോലെ തന്നെ കണ്ണുകൊണ്ട് തെറ്റ് ചെയ്ത ദാവീദ് കുളിക്കുന്ന ബത്ശേബയെ കണ്ടതിനാൽ അവൻ വലിയ തെറ്റ് ചെയ്യേണ്ടി വന്നു. അവൻ ചെയ്ത കൊലപാതകത്തിനും വ്യഭിചാരത്തിനും ദൈവം അവനെ കഠിനമായി ശിക്ഷിച്ചു. വേദന കൊണ്ടും ശരീരത്തിൻ്റെ രോഗം കൊണ്ടും അവൻ എത്രമാത്രം കരഞ്ഞു കാണുമെന്ന് നമുക്കറിയില്ല. 56 സങ്കീർത്തനം 8 വാക്യത്തിൽ എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ എന്ന് അവൻ നിലവിളിക്കുന്നുണ്ട്. അല്പം കഷ്ടം അവൻ സഹിക്കേണ്ടി വന്നെങ്കിലും പിന്നെയുള്ള ജീവിതത്തിൽ തൻ്റെ ദൈവത്തെ ദാവീദ് ശരിക്കും മനസ്സിലാക്കി. അതുകൊണ്ട് ദൈവം അവൻ്റെ സകല രോഗത്തെയും സൗഖ്യമാക്കി, കഷ്ടത മാർക്കുമാറാക്കി. തന്നെയുമല്ല, ശൗലിൻ്റെ പ്രതികൂലത്തിൽ നിന്നും അവനെ രക്ഷിച്ചു. അബ്ശലോമിൻ്റെ കയ്യിൽ നിന്നും അഹിതോഫേലിൻ്റെ കയ്യിൽ നിന്നും ദൈവം ദാവീദിനെ രക്ഷിച്ചു. ദാവീദ് ആ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വന്ന എല്ലാ കഷ്ടത്തിൽ നിന്നും അതുമൂലമുള്ള കണ്ണുനീരിൽ നിന്നും കർത്താവ് അവനെ രക്ഷിച്ചു. എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചു എന്നാണ് ഭക്തൻ അവകാശപ്പെടുന്നത്. 73 സങ്കീർത്തനം 2 വാക്യത്തിൽ എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാവീദിൻ്റെ കാലുകളും പാപത്തിൽ
വഴിതെറ്റിപ്പോകുവാൻ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അവൻ ഇസ്രയേലിൻ്റെ 12 ഗോത്രത്തിൻ്റെയും രാജാവായിരുന്നു. ബത്ശേബയുടെ വിഷയത്തിലല്ലാതെ അവൻ്റെ കാലുകൾ പാപത്തിൽ പോകാതെ വണ്ണം തുടക്കത്തിലെ ദൈവം അവന് നല്ല ശിക്ഷ കൊടുത്തുകൊണ്ട് രക്ഷിച്ചു. ഒടുക്കം ദാവീദ് പറയുകയാണ്, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, നീ എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നീ എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു എന്ന്. തന്നെയുമല്ല, തൻ്റെ തെറ്റുകൾക്ക് തന്നെ ശിക്ഷിച്ച ദൈവത്തിനെതിരെ പിറുപിറുക്കാതെ താൻ വീണ്ടും പറയുകയാണ്, നിൻ്റെ ന്യായപ്രമാണം അഥവാ നിൻ്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി. 119 സങ്കീർത്തനം 71 വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും നമുക്കുള്ള സന്ദേശം എന്തെന്നാൽ, നമ്മുടെ കണ്ണും നമ്മുടെ കാലും സൂക്ഷിക്കുക. കാണുന്ന എല്ലാ കാര്യങ്ങളിലും നാം ശ്രദ്ധ കൊടുക്കാതെ കാണേണ്ടത് മാത്രം കാണുക. നമ്മുടെ കണ്ണ് സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ നമ്മുടെ കർത്താവിൻ്റെ സൗന്ദര്യം മാത്രം കാണുവാൻ നാം ഉപയോഗിക്കുക. ആ സൗന്ദര്യം കണ്ട വ്യക്തികൾക്ക് ഭൂമിയിൽ ഏറ്റവും വലിയ സൗന്ദര്യം പോലും ആകർഷകമല്ല. യാതൊരു അശുദ്ധിയും കാണാതെ വണ്ണം നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കുക. കാരണം നമ്മുടെ ഹൃദയം നമ്മുടെ കണ്ണുകളെ പിന്തുടർന്നാൽ നാം പ്രതിസന്ധിയിലാകും. ദാവീദിന് സംഭവിച്ച വീഴ്ച നമുക്ക് സംഭവിക്കാതെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കാലുകളെ സൂക്ഷിക്കുക. നാം നമ്മെക്കാളും കഴിവ് കുറഞ്ഞവരുമായി മാത്രമേ നമ്മെ താരതമ്യം ചെയ്യാവൂ. വലിയ വീട് കണ്ട ആസാഫിനെ പോലെ നാം സങ്കടപ്പെടരുത്. പൗലോസ് പറഞ്ഞതുപോലെ, ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്ക്കുക. നമ്മുടെ ലക്ഷ്യം നിത്യജീവനാണ് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ആ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറിപ്പോകുന്ന ഒന്നും നാം ആഗ്രഹിക്കാതിരിക്കുക. യേശുവിനെ നോക്കി ജീവിക്കുക. അങ്ങനെ നാം നമ്മുടെ കണ്ണിനെയും കാലുകളെയും സൂക്ഷിച്ചാൽ നമ്മുടെ പ്രാണൻ രക്ഷപ്പെടും. ആകയാൽ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുകരിച്ച് താഴ്മയോടെ നമുക്ക് ജീവിക്കാം. അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവനെ സ്നേഹിക്കുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം നദി പോലെ ഒഴുക്കി കൊടുക്കണമെന്നറിയാനും പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. ഏതെങ്കിലും വ്യക്തികൾ മനപ്രയാസത്താൽ വേദനയാൽ കഷ്ടപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് അതിൽ നിന്നും മോചനം കൊടുക്കണമേ. വിവാഹപ്രായമായി നിൽക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും തക്കതായ തുണകളെ കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.